ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് നിറയെ പച്ചരി ചേർത്ത് കൊടുക്കാം. കപ്പിന് വടിച്ചിട്ടുള്ള അളവല്ല പറയുന്നത്, 1 കപ്പിൽ കുറച്ച് മുകളിലായിട്ട് വേണം പച്ചരി ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് 2-3 തവണ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 3-4 മണിക്കൂർ ഇത് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. പച്ചരി നന്നായി കുതിർന്ന് കിട്ടുന്ന സമയത്ത് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒട്ടും വെള്ളമില്ലാതെ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പിന് താഴെയായിട്ട് പച്ചരി വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റും 1/4 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് നന്നായി ഇതൊന്ന് അരച്ചെടുക്കണം. വളരെ നേരിയ ചൂടുള്ള വെള്ളം വേണം ഇതിൽ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു തവി കൊണ്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളയപ്പത്തിൻ്റെ മാവ് ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായി. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 2 മണിക്കൂർ ഫെർമെൻറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മാവ് 2 മണിക്കൂർ ആയപ്പോഴേക്കും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം. ഒരു ദോശക്കല്ലിലോ അല്ലെങ്കിൽ ഒരു പരന്ന നോൺ സ്റ്റിക്ക് പാനിലോ വേണം ഇത് ചുട്ടെടുക്കാൻ. പാൻ അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഹീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് 40 സെക്കൻഡ് വരെ കവർ ചെയ്ത് വെക്കുമ്പോഴേക്കും അപ്പം കുക്കായി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ അപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. നിറയെ ഊട്ടകളുള്ള നല്ലൊരപ്പം തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ വെള്ളയപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഏകദേശം 12 മുതൽ 14 അപ്പം വരെ ഈ ഒരളവിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു തവി മാവ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം കവർ ചെയ്ത് വെച്ച് 30 സെക്കൻഡ് കൊണ്ട് തന്നെ അപ്പം റെഡിയായി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെയാണ് റെഡിയായി കിട്ടുന്നത്. രാവിലത്തേക്ക് വേണ്ട അപ്പം റെഡിയാക്കുന്നതിന് വേണ്ടി രാത്രിയിലാണ് മാവ് അരച്ച് വയ്ക്കുന്നതെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. 1/4 ടീസ്പൂണിലും താഴെ മതിയാകും. ഇനി മാവ് റെഡിയാക്കുന്ന സമയത്ത് പച്ചരി വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് മുതൽ 1/4 കപ്പിൽ താഴെ വേണം ചേർത്ത് കൊടുക്കാൻ. പച്ചരിയുടെ ചോറ് കൂടിപ്പോയാൽ അപ്പം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ചുട്ടെടുത്ത ശേഷം ഇതുപോലെ നിരത്തി വെച്ച് ചൂടാറ്റിയ ശേഷം വേണം ഈ ഒരു രീതിയിൽ അടക്കി വെച്ച് കാസറോളിലേക്കോ മറ്റോ മാറ്റാൻ. മുട്ടക്കറിയുടെയും ഇറച്ചിക്കറിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു വെള്ളയപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.